ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ അധ്യായം 11 ആരംഭിച്ചിരുന്നു. അധ്യായം 11 5-ാമത്തെ ശ്ലോകം വരെ ഇന്നലെ ചർച്ച ചെയ്തു. 6-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്ന ആ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവത് കൃപ കൊണ്ട്, ഗുരുജനങ്ങളുടെ കൃപ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു, വായിക്കുന്നു, കേൾക്കുന്നു. ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് എല്ലാവർക്കും കിട്ടുക എന്ന് പറയുന്നത് ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനമാമ പ്രപദ്യത്തെ വാസുദേവം സർവമിതി സ മഹാത്മാസു ദുർലഭ. നമ്മൾ മഹാത്മാക്കൾ അല്ലെങ്കിൽ പോലും വാസുദേവൻ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തരായി കൃഷ്ണഭക്തി ചെയ്യുന്നവരാണ്. ഈ ഒരു അവസരം, അതും ഭാഗവതം എല്ലാ ദിവസവും കേൾക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമേ അല്ല. ഭാഗവതം എല്ലാ ദിവസവും ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ഒരുപാട് ജന്മജന്മാന്തരങ്ങളുടെ ഒരു പരിണാമത്തിന് ശേഷം ഭഗവത് കൃപ കൊണ്ടും ഗുരുവിന്റെ കൃപ കൊണ്ടും കിട്ടിയിട്ടുള്ള അവസരമാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. അങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ളതല്ല, ഒരുപാട് കൃപയുള്ളത് കൊണ്ട്, കൃപ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ നന്ദി എപ്പോഴും ഭഗവാനോടും ഗുരുജനങ്ങളോടും വൈഷ്ണവരോടും ഉണ്ടാവണം. ശ്ലോകം 6. നതാസ്മതേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ച താം പരം നയത്ര കാല പ്രഭവേത് പരപ്രഭു. മനോഹരം. ഹരേ കൃഷ്ണ. പ്രഭുജി വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ. നതാസ്മതേനാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ചതാം പരം നയത്ര കാല പ്രഭവേത് പരപ്രഭു. വിവർത്തനം. ശ്രീ എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. പൗരന്മാർ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാരും 4 കുമാരന്മാരും സ്വർഗാധിപതിയായ ഇന്ദ്രൻ പോലും അങ്ങയെ ആരാധിക്കുന്നു. ജീവിതത്തിന്റെ പരമമായ ക്ഷേമം കൈവരിക്കുവാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നവരുടെ ആത്യന്തിക ആശ്രയസ്ഥാനം അങ്ങാകുന്നു. പരമോന്നതനായ അതീന്ദ്രിയനായ ഭഗവാൻ അങ്ങാകയാൽ അനിവാര്യമായ കാലത്തിന് അങ്ങയുടെ മേൽ പ്രഭാവം ചെലുത്താൻ കഴിയുകയില്ല. ഹരേ കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. നതാസ്മതേ നാഥ സദാംഗ്രി പങ്കജം. ഇവിടെ ദ്വാരകാവാസികൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ കാണുന്നത്. അവരെല്ലാവരും പ്രാർത്ഥനയോടുകൂടി, ബഹുമാനത്തോടുകൂടി ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണാമം സമർപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു അവര്, വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്ര വന്ദിതം. വിരിഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ്, വൈരിഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ചയുടെ മകൻ അല്ലെങ്കിൽ മക്കൾ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന 4 കുമാരന്മാരാണ്, അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ മക്കളായിട്ടുള്ള സനക സനാതന എല്ലാവരും കുമാരന്മാര്. സുരേന്ദ്രൻ ആരാണ്? ദേവേന്ദ്രൻ, ഇന്ദ്രൻ. സുരേന്ദ്ര വന്ദിതം, ഇവരെല്ലാവരും, അതായത് ബ്രഹ്മാവും കുമാരന്മാരും ഇന്ദ്രദേവനും എല്ലാവരും അങ്ങേ ആരാധിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ആരാധ്യ പുരുഷനാണ് അങ്ങ്. അതേപോലെ തന്നെ 2-ാമത്തെ കാര്യം എന്ത് പറയുന്നു? പരായണം ക്ഷേമം ഇഹേച്ചതം പരം. അങ്ങാണ്, അതായത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നുമല്ല, ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ഭഗവത് പ്രേമം അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ആഗ്രഹിക്കുന്നവര്, അത് ആഗ്രഹിക്കുന്ന ആളുകളുടെ പരമമായിട്ടുള്ള ആശ്രയമാണ് അങ്ങ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ പറയുന്നു, നയത്ര കാല പ്രഭവേത് പരപ്രഭു. കാലം എന്ന് പറയുന്നത് അങ്ങേ ബാധിക്കുന്നില്ല, മറിച്ച് കാലം എന്ന് പറയുന്നത് അങ്ങയുടെ കൺട്രോളിലാണ്. അദ്ദേഹത്തിന്റെ
ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് അല്ലെ. കാലം അഹം കാലോസ്മി എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ കാലം ഭഗവാനെ ബാധിക്കുന്നില്ല, ഒന്നും തന്നെ ഭഗവാനെ അതിന്റെ എഫക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ പരമദിവ്യത്വം പുരുഷനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു സ്ഥാനം സ്തുതിച്ചുകൊണ്ട് ഈ ദ്വാരകവാസികൾ ഭഗവാന്റെ മുമ്പിൽ പ്രണാമം സമർപ്പിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ശീല പ്രഭുപാജിയുടെ അതീന്ദ്രിയമായിട്ടുള്ള ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഭഗവാനെ പോലെ വേറെ ആരുമില്ല. എല്ലാ ശാസ്ത്രങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു അസംമൂർധ്വ, അല്ലെങ്കിൽ ഭഗവാനെ പോലെയോ ഭഗവാനേക്കാൾ മുകളിലോ ആരുമില്ല. ഒരേ ഒരു ആള് അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മുകളിലോ അദ്ദേഹത്തെ പോലെയോ ആരുമില്ല. അതേപോലെ തന്നെ കാലം, സമയം, സ്ഥലം ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എല്ലാവരുടെയും ആശ്രയം അദ്ദേഹമാണ്. എന്നാൽ അദ്ദേഹം ആരെയും ആശ്രയിക്കുന്നില്ല. അദ്ദേഹം സ്വരാട്ടാണ്, സ്വതന്ത്രനാണ്. അതാണ് ഭഗവാന്റെ പൊസിഷൻ. ഓക്കെ, അവസാനം പ്രഭുപാജി പറയുന്നു, ഒരു ഭക്തന്റെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാ സമയത്തും, സദാസമയവും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ പ്രണാമം സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു, ഭഗവാനെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി പ്രാപിക്കുന്നു. അത് ആരുടെ ലക്ഷണമാണ്? ഒരു ഭക്തന്റെ ലക്ഷണമാണ്. അതാണ് പ്രഭുപാദ ഇവിടെ പറയുന്നത്. 7ാമത്തെ ശ്ലോകം. ഭവായനസ്ത്വം ഭവവിശ്വഭാവന ത്വമേവ മാതാത സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർന പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബുഭൂവിമ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാത സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർന പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവ. വർത്തനം. ശ്രീല പ്രഭാത്. അല്ലയോ പ്രപഞ്ച സൃഷ്ടാവേ, അങ്ങ് ഞങ്ങളുടെ മാതാവും സുഹൃത്തും നാഥനും പിതാവും ആത്മീയ ഗുരുവും ആരാധ്യ വിഗ്രഹവുമാകുന്നു. അങ്ങയുടെ കാലടികളെ പിന്തുടരുകയാൽ ഞങ്ങൾ എല്ലാ വിധത്തിലും വിജയികളായി തീർന്നിരിക്കുന്നു. ആകയാൽ അങ്ങ് തുടർന്നും അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ദ്വാരകാവാസികൾ പറയുന്നു, അങ്ങ് ഈ ബ്രഹ്മാണ്ടമെല്ലാം സൃഷ്ടിക്കുന്നത് അങ്ങാണ്. ത്വമേവ മാത, ത്വം ഏവ മാതാ സുഹൃത് പതി, അങ്ങ് സുഹൃത് പതി പിത, അങ്ങ് ഞങ്ങളുടെ അമ്മയാണ്. അതേപോലെ തന്നെ സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ അഭ്യുദയകാംക്ഷി. അതേപോലെ ഞങ്ങളുടെ ഭഗവാനാണ്, അച്ഛനാണ്, ഗുരുവാണ്. അതേപോലെ തന്നെ ത്വം സദ്ഗുരുർന പരമം ച ദൈവതാം, അങ്ങ് പരമമായിട്ടുള്ള ദൈവവും ഞങ്ങളുടെ എല്ലാ ആരാധ്യ പുരുഷനും അങ്ങ് തന്നെയാണ്. ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ, അതേപോലെ സുഹൃത്ത്, ഭഗവാൻ അല്ലെങ്കിൽ നാഥൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അച്ഛൻ, ഗുരു, ആരാധ്യ ഭഗവാൻ, എല്ലാ രീതിയിലും അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം എന്ന് പറയുന്നു അവര്. എന്നിട്ട് പറയുന്നു, അങ്ങയുടെ പാദങ്ങൾ പിന്തുടരുന്നവര്, അങ്ങയുടെ ചരണാരവിന്ദങ്ങൾ പിന്തുടരുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങയുടെ മഹാകൃപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇനിയും അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, എല്ലാ മേഖലയിലും നമുക്ക് വിജയം വേണമെങ്കിൽ, ഇവിടെ ഈ ശ്ലോകത്തിലും പറയുന്നത് എന്താണ്? ആരാണോ അങ്ങയുടെ തൃപ്പാദങ്ങൾ ഫോളോ ചെയ്യുന്നത്, അങ്ങയെ പിന്തുടരുന്നത്, അല്ലെങ്കിൽ അങ്ങ് പറയുന്നത് കേട്ടുകൊണ്ട് ജീവിക്കുന്നത്, ശാസ്ത്രമനുസരിച്ച് ഗുരു സാധു ശാസ്ത്രമനുസരിച്ച് ജീവിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ സക്സസ്സും ഉണ്ടാവും.
എല്ലാവിധ വിജയവും ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ. അതാണ് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, ഭാവാർത്ഥത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് വിജയം വേണമെങ്കിൽ അതിനുള്ള ഫോർമുലയാണ് ഇത് എന്നുള്ളത്. അതായത് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക എന്നുള്ളത്. അതാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ആരെയും ആരാധിക്കേണ്ട ആവശ്യമില്ല. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏവം ദേവോ ദേവകി പുത്ര. ഓക്കെ. പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ മനുഷ്യജന്മം ഭഗവാൻ തന്നിട്ടുള്ളത് ഭഗവാനുമായിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുമാണ്. അല്ലാതെ വേറെ ഒന്നും അല്ല അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ മറന്നിരിക്കുന്നു. എന്നാൽ അതിനെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് മനുഷ്യജന്മം. നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണോ ഭഗവാൻ തന്നിട്ടുള്ളത് അതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് എങ്ങനെ സാധിക്കും? ഗുരു സാധു ശാസ്ത്രം പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ മഹാകൃപയും ഉണ്ടാവുന്നു. അതേപോലെ തന്നെ സ്നേഹബന്ധം, ഭഗവാനുമായിട്ടുള്ള ബന്ധം, കൃഷ്ണപ്രേമത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. നിത്യസിദ്ധമായിട്ടുള്ള കൃഷ്ണപ്രേമത്തെ. അങ്ങനെ നമുക്ക് എല്ലാവിധ ആത്മീയമായിട്ടുള്ള ഒരു സദ്ഗതി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എല്ലാവിധ വിജയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അതാണ് അവിടെ പറയുന്നത്. 8ാമത്തെ ശ്ലോകം. അഹോ സനാത ഭവതാ സ്മയദ്വയം ത്രൈവിഷ്ടപാനാം അപി ദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധ നിരീക്ഷണാനാം പശ്യേമ രൂപം തവ സർവസൗഭഗം. ഞാൻ വായിക്കട്ടെ പ്രഭുജി? വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹോ സനാദ ഭവതസ്മയദ്വയം ത്രൈവിഷ്ടപാനാമപി ദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധ നിരീക്ഷണാനനം പശ്യേമ രൂപം തവ സർവസൗഭഗം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അഹോ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ വീണ്ടും ഇന്ന് അങ്ങയുടെ സംരക്ഷണത്തിന് കീഴിലായത് ഞങ്ങളുടെ സൗഭാഗ്യമാണ്. സ്വർഗവാസികൾ പോലും അപൂർവമായി മാത്രമേ അങ്ങയെ ദർശിക്കാറുള്ളൂ. എന്നിട്ടും സ്നേഹപൂർണമായ കടാക്ഷങ്ങൾ നിറഞ്ഞ അങ്ങയുടെ സുസ്മേരവദനം ദർശിക്കുവാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമായിരിക്കുന്നു. സർവമംഗളപൂർണമായ അങ്ങയുടെ അതീന്ദ്രിയ രൂപം ഞങ്ങൾക്കിപ്പോൾ കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ദ്വാരകവാസികൾ പറയുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും മഹാസൗഭാഗ്യമാണ് അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾക്ക് വരാൻ സാധിച്ചത്. ഞങ്ങൾ അനാഥരല്ല, മറിച്ച് സനാഥരാണ്. സനാഥർ എന്ന് പറയുമ്പോൾ അനാഥരുടെ ഓപ്പോസിറ്റ്. സനാഥർ ഭഗവാന്റെ ആശ്രയത്തിലുള്ളവരാണ്, ഭഗവാന്റെ സംരക്ഷണത്തിലുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ ദർശനം പോലും, അങ്ങയുടെ ഈ മനോഹരമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഈ ഒരു രൂപത്തെ കാണുക എന്ന് പറയുന്നത് ദേവതമാര് പോലും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ദേവതമാർക്ക് പോലും അവസരം കിട്ടുന്നില്ല എല്ലായ്പ്പോഴും. അവർക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ഭഗവാന്റെ ദർശനം എന്ന് പറയുന്നത്. എന്നാൽ ആ ദർശനവും ഭഗവാന്റെ ആ മന്ദസ്മിതത്തോട് കൂടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ആ രൂപത്തെ കാണുവാനും അങ്ങയുടെ മഹാകൃപാ കടാക്ഷം ഞങ്ങളുടെ മുകളിൽ പതിയുന്നതും ഇതെല്ലാം ഞങ്ങളുടെ മഹാസൗഭാഗ്യമാണ്. ദേവതമാരോ ആഗ്രഹിക്കുന്നു, എന്നാൽ അവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഞങ്ങൾക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു സൗഭാഗ്യത്തെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ. ഇതാണ് ദ്വാരകവാസികളുടെ ഒരു മനോഭാവം. അവരൊരുപാട് സന്തോഷിക്കുന്നു ഭഗവാന്റെ ഒരു മഹാകൃപ കിട്ടിയതുകൊണ്ട്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപത്തെ കാണുവാൻ
എല്ലാവർക്കും സാധിക്കില്ല, മറിച്ച് പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നത് പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന. പ്രേമാഞ്ജനം, കണ്ണുകൾ, അതായത് ഭക്തരുടെ, പരിശുദ്ധ ഭക്തരുടെ കണ്ണുകളിൽ അഞ്ജനമായിട്ട് ആ പ്രേമം, കൃഷ്ണപ്രേമം ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ, ആ ഭക്തിയുടെ ലേപനമാണത്. ഭക്തിയു ആ കൃഷ്ണപ്രേമം അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തി ഉപയോഗിച്ചുള്ള ആ ഒരു അഞ്ജനം കണ്ണിൽ എഴുതിയിട്ടുള്ള ആളുകൾ, അതായത് ആർക്കാണോ ഹൃദയത്തിൽ പരിശുദ്ധ ഭക്തിയുള്ളത് അങ്ങനെയുള്ളവർക്ക് സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി. ഭഗവാനാണെങ്കിൽ എല്ലാ സന്ത് അല്ലെങ്കിൽ എല്ലാ പരിശുദ്ധ ഭക്തരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അവർക്ക് ദർശനം കൊടുക്കുന്നു ഭഗവാൻ. യം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം. ആ ശ്യാമസുന്ദരൻ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെയുള്ളവർക്ക് ദർശനം കൊടുക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദർശനം കൊടുക്കുകയുള്ളൂ. അതാണ് വ്യത്യാസം. ഭഗവാൻ ലീലകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, കംസൻ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്, ശിശുപാലൻ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ജരാസന്ധൻ കണ്ടിട്ടുണ്ട്, ദന്തവക്ര കണ്ടിട്ടുണ്ട്, ദുര്യോധനൻ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരുടെയും മുമ്പിൽ ഭഗവാൻ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ആർക്കും ഭഗവാൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഭഗവാൻ ആണെന്ന് മനസ്സിലാക്കാൻ ചിലവർക്ക് സാധിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ആ ശരിയായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ടല്ല അവര് ഭഗവാനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ ഭക്തിയില്ല. എന്നാൽ ഭക്തിയുള്ള ആളുകൾക്ക്, പാണ്ഡവരാണെങ്കിലും മറ്റുള്ള പരിശുദ്ധ ഭക്തർക്കൊക്കെ ഭഗവാന്റെ ആ ഒരു ദർശനവും ആ ദർശനത്തിലൂടെ അവർക്ക് ഒരുപാട് പരമമായിട്ടുള്ള ആനന്ദവുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറിച്ച് ശിശുപാലനും ദുര്യോധനും ഒക്കെ കൃഷ്ണനെ കാണുന്നത് അസൂയയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു അവർക്ക് ഭഗവാനെ കാണുമ്പോൾ. അതായിരുന്നു വ്യത്യാസം. കാര്യം അവരുടെ ഉള്ളിൽ പ്രേമം അല്ലെങ്കിൽ ഭക്തി ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ശില രൂപഗോസ്വാമി ഭക്തി എന്ന് പറയുന്നതിനെ, ഭക്തിയുത സേവനങ്ങളിലെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണ അനുശീലനം ഭക്തിരുത്തമ. അന്യ അഭിലാഷിത ശൂന്യം, വേറെ അഭിലാഷങ്ങളൊന്നുമില്ലാതെ, അന്യ അഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരേ ഒരു അഭിലാഷം മാത്രം. ജീവനെ നിധനെ നിത്യം രാധാകൃഷ്ണ ഗതിർമമ. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച അവസ്ഥയിലാണെങ്കിലും ഏതവസ്ഥയിലും എന്റെ ഒരേ ഒരു ഗതി, എന്റെ ഒരേ ഒരു ലക്ഷ്യം ഭഗവാന്റെ പാദങ്ങളാണ്. രാധാകൃഷ്ണ ഗതിർമമ. ഭഗവാന്റെയും ശ്രീമതി രാധാറാണിയുടെയും ശ്രീചരണങ്ങളിലെ സേവനങ്ങൾ മാത്രമാണ് എന്റെ ആഗ്രഹം എന്നുള്ളതാണ്. അതാണ് ശരിയായിട്ടുള്ള ഭാവം. എന്നാൽ അതാണ് അന്യാഭിലാഷിത. വേറെ അഭിലാഷങ്ങളൊന്നുമില്ല, എന്നാൽ ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവത് സേവനം മാത്രം ആഗ്രഹിക്കുന്നു. ജ്ഞാനകർമാദി അനാവൃതം. ജ്ഞാനത്തിൽ വലിയ ജ്ഞാനിയാവണമെന്നോ അല്ലെങ്കിൽ കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ കർമ്മി, ഒരുപാട് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്ഥാനങ്ങളോ പൂജ, ലാഭ, പ്രതിഷ്ഠ, ഇതെല്ലാം ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊന്നുമില്ലാതെ ആനുകൂല്യേന കൃഷ്ണ അനുശീലനം, അനുകൂലമായിട്ടുള്ള ഭക്തി ചെയ്യുന്നവര്, അനുകൂലമായിട്ടുള്ള, പ്രതികൂലമല്ല. കംസനും ശിശുപാലനും ഭഗവാനെ 24 മണിക്കൂറും ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കംസൻ പേടി കൊണ്ടും ശിശുപാലൻ അസൂയ കൊണ്ടും 24 മണിക്കൂറും അവരും കൃഷ്ണാവബോധത്തിലായിരുന്നു. പക്ഷെ അനുകൂലമായിട്ടുള്ള കൃഷ്ണാവബോധമല്ല ഇത്, പ്രതികൂലമാണ്. അതുകൊണ്ട് അത് ഭക്തിയുടെ ഡെഫിനേഷനിൽ വരുന്നതല്ല. അതുകൊണ്ടാണ് രൂപ ഗോസ്വാമി പറയുന്നത് ആനുകൂല്യേന, അനുകൂലമായിട്ടുള്ള കൃഷ്ണാനുശീലനം എന്ന് പറയുമ്പോൾ, അനുശീലനം എന്ന് പറയുമ്പോൾ അത് അതായത് ഭഗവാന്റെ ഭക്തര് എന്താണോ ചെയ്തിട്ടുള്ളത് ആ പാത പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്ന ഭക്തി. അവിടെ ആചാര്യന്മാര് പറയുന്നു ഭഗവാനെ ആരാധിക്കല് മാത്രമല്ല, അതായത് ഇതിൽ അനുകൂലമായിട്ടുള്ള ഭക്തി ഭഗവാനോട് മാത്രമല്ല ഗുരുവിനോടും അതേപോലെ തന്നെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരോടും ഒക്കെ ഉണ്ടാവണം.
അതാണ് അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭഗവാനോട് മാത്രമുള്ള ആ ഒരു ബഹുമാനവും സ്നേഹവും മാത്രമല്ല, ഭഗവാന്റെ ഭക്തരോടും, അതായത് ഉദാഹരണത്തിന് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരായിട്ടുള്ള ഭഗവാന്റെ പാർഷദരോട്, തുളസി ദേവി, വൃന്ദദേവി, ഇവരൊക്കെ ഭഗവാന്റെ നിത്യ അല്ലെങ്കിൽ ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ഭക്തരാണ്. അവരോടും ആ ബഹുമാനം. ഭഗവാൻ ശിവൻ വരുന്നു, അതേപോലെ തുളസി മഹാറാണി വരുന്നു, പഞ്ചതത്വയിലെ ബാക്കിയുള്ള എല്ലാവരും വരുന്നു, അതുപോലെ ഗോസ്വാമിമാര് വരുന്നു, ആചാര്യമാര് വരുന്നു. ഇവരെല്ലാവരെയും ഒരേപോലെ നമ്മൾ കണ്ടുകൊണ്ട്, അതായത് അവരെല്ലാവരും നമ്മുടെ ആരാധ്യ വ്യക്തികളാണ്. അപ്പോൾ ആ ഭാവത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരാണ് ഈ ഭക്തി. അതിനെയാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ശിലറൂപ ഗോസ്വാമിയും ആചാര്യന്മാരും അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ പറയുന്നു, ഈ ശ്ലോകത്തിൽ ഭാവാർത്ഥത്തിൽ പ്രഭുപാജി പറയുന്നതാണ്, ഭക്തർക്ക്, പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. പിന്നെ ശ്ലോകത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാന്റെ ദർശനം ദേവതമാർക്ക് പോലും എളുപ്പമല്ല എന്നുള്ളത്. ദേവതമാര് പോലും എത്രയോ കാലം, എത്രയോ സമയം കാത്തിരിക്കണം എന്ന് അറിയാവൂ. വായിക്കാറായിട്ടില്ല, അൺമ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആരും. സമയമാകുമ്പോൾ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഇടയിൽ ശബ്ദം വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തഥാലേ കൃഷ്ണ. ബ്രഹ്മാജിയും മറ്റുള്ള ദേവതമാരും ഒക്കെ ഭഗവാനെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനെ കാണുവാനുള്ള ആ ഒരു അവസരത്തിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ്. അവർക്ക് പോലും കിട്ടുന്നില്ല അവസരങ്ങൾ. എന്നാൽ ദ്വാരകവാസികൾ പറയുന്നു, ഞങ്ങൾക്ക് അത് ഭഗവാന്റെ കൃപ കൊണ്ട് എപ്പോഴും അത് കിട്ടുന്നു, അങ്ങയുടെ ദർശനം കിട്ടുന്നു. അതുകൊണ്ടാണ് സുപ്രഭാതത്തിൽ, വെങ്കടേശ്വര സുപ്രഭാതത്തിൽ ഒരു ശ്ലോകമുണ്ട്, ശ്രീ സ്വാമി പുഷ്കരിണി കാപ്ലവ നിർമ്മലാംഗാഹ ശ്രേയാർത്ഥിനോ ഹരിവിരിഞ്ചി സനാതനാഠ്യാ ദ്വാരേ വസന്തി വരവേത്ര ഹതോത്തമാങ്ക ശ്രീ വെങ്കടാചലപതി തവ സുപ്രഭാതം. അവിടെ പറയുന്നു, ഈ ദേവതമാരെല്ലാവരും പുഷ്കരിണി നദിയിൽ കുളിച്ചുകൊണ്ട് ഈറനോടുകൂടി വൈകുണ്ഠത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അവിടെ ഭഗവാന്റെ ദർശനത്തിനായി ബ്രഹ്മമുഹൂർത്തത്തിൽ. ആ സമയത്ത് ദ്വാരപാലകന്മാരായിട്ടുള്ള ജയനും വിജയനും അവരെല്ലാവരും ഒരു വടിയെല്ലാം എടുത്ത് നിൽക്കുവന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ 33 കോടി ദേവതമാരെല്ലാവരും കൂടെ അവിടെ കൂടിയപ്പോൾ ഒരുപാട് തിരക്കാണ് അവിടെ. ഒരുപാട് അടികൂടുന്നു. എല്ലാവരും മുമ്പിലേക്ക്, അതായത് ലൈനിന്റെ മുമ്പിലേക്ക് വരാനും ഇടയിൽ കയറുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു വടി ഉപയോഗിച്ച് ജയനും വിജയനും. അപ്പോൾ ലൈനിൽ ഇടയിൽ ചാടി കയറുന്നവരും ഒക്കെ ഉള്ളിൽ കയറുന്നവരോടൊക്കെ തലയിൽ ആ വടിയെടുത്ത് ജയവിജയന്മാരെ അടിക്കുന്നു, അവരെ ഡിസിപ്ലിൻ ആക്കുന്നു. അത്രയും, അതായത് ഇതിൽ നിന്ന് എന്തെന്ന് മനസ്സിലാക്കാം, അതായത് അത്രമാത്രം റെയർ ആണ് ഭഗവാന്റെ ദർശനം. ദേവതമാർക്ക് പോലും കിട്ടാത്ത ഒരു അവസരമാണ്. എന്നാൽ ഇവിടെ ദ്വാരകവാസികൾ പറയുന്നു, ഞങ്ങൾക്കതിനുള്ള മഹാസൗഭാഗ്യമുണ്ട്, അങ്ങയുടെ മഹാകൃപ. അതാണ് ഭഗവാൻ പരിശുദ്ധ ഭക്തർക്ക് അവസരങ്ങൾ കൊടുക്കും. അദ്ദേഹം നേരിട്ട് ലീലകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഇപ്പോൾ ദ്വാരകവാസികൾക്ക് കിട്ടിയ പോലെ ആ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പമല്ല. അത് ഒരുപാട് പരിശുദ്ധി വേണം. എന്നാൽ അതിലേക്കുള്ള ഒരു മാർഗമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും സാധനയിൽ നമ്മൾ സിദ്ധരാകുമ്പോൾ, ആ രാഗഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള അവസരം ഭഗവാൻ നമുക്ക് തരും. അതിന് സംശയമൊന്നുമില്ല. മാർഗം ഇത് തന്നെയാണ്, വേറെ മാർഗമൊന്നുമില്ല. നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗം തന്നെയാണ്. ഇതേ ഒരു മാർഗമുള്ളൂ. അത് ഷോർട്ട് കട്ടുമില്ല. ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പത്തിൽ പൈസ കൊടുത്ത് മാനേജ്മെന്റ് കോളേജിലെ സീറ്റ് വാങ്ങിക്കുന്ന പോലെ പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെ ഒരു കോട്ട ഗോലക വൃന്ദാവനത്തിലില്ല. പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 50 ലക്ഷം 1 കോടി കൊടുത്ത് മെഡിസിൻ അല്ലെങ്കിൽ MBBS-നും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. മാനേജ്മെന്റ് കോട്ടയിലെ കുട്ടികൾ പഠിക്കുന്നത്. അങ്ങനെ ഒരു കോട്ടയോ പരിപാടിയോ ഒന്നും ഇല്ല. അവിടെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ.
അതിനൊരു സംശയവുമില്ല, ഷോർട്ട് കട്ടും ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള വഴിയിലൂടെ പോയി പറഞ്ഞിട്ടുള്ള മാർഗം ഫോളോ ചെയ്തുകൊണ്ട് അതിനുള്ള യോഗ്യതയാവുമ്പോൾ അങ്ങോട്ട് കയറാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, അതിൽ പ്രത്യേകതയുണ്ട്. നമ്മൾ ക്വാളിഫൈഡ് ആയി നിൽക്കുമ്പോഴും അപ്പോഴും നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശനം കിട്ടുക എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഗുരുവിന്റെ കൃപയും ഗുരുവിന്റെ അനുഗ്രഹവും ഉണ്ടാവണം. കാര്യം ഗുരുവാണ് പിന്നീട് ഭഗവാന്റെ മുമ്പിൽ നമ്മളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഗുരുവാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവിന്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ഒരു റോളും തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. നമ്മുടെ പ്രയത്നം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഗൈഡൻസ് അനുസരിച്ച് അദ്ദേഹം പറയുന്ന പോലെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഗുരു തന്നെ നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അതാണ്. അപ്പോൾ നമ്മുടെ എഫേർട്ടും ഗുരുവിന്റെയും വൈഷ്ണവരുടെയും കൃപയും കൂട്ടത്തിൽ ഭഗവാന്റെ കൃപയും ഇതെല്ലാം കൂടി പാക്കേജിൽ എല്ലാം കൂടെ വരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ആ പാക്കേജിൽ. അപ്പോഴാണ് നമുക്ക് അവിടെ എത്താൻ സാധിക്കുന്നത്. ഓക്കെ, ശ്ലോകം 9. യർഹ്യംബുജാക്ഷ പസസാര ഭോ ഭവാൻ കുരൂന്മധൂൻവാത സുഹൃദ്ദിദീക്ഷയാ തത്രാബ്ദകോടി പ്രതിമാക്ഷണോ ഭവേത് രവിം വിനാക്ഷ്ണോർ ഇവ നസ്തവാച്യുത. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. Thank you. ഹരേ കൃഷ്ണ. ശ്ലോകം 9. യർഹ്യാംബുജാക്ഷ അപസ്സസാരഭോ ഭവാൻ കുര്യന്മധൂൻവാത സുഹൃത്തി തൃച്ഛയാം തത്രാബ്ദകോടി പ്രതിമാ ക്ഷണോ ഭവേത് രവിം വിനാക്ഷണോരിവ നസ്തവാച്യുതാം. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. അല്ലയോ പത്മലോചന, അങ്ങ് മധുരയിലോ വൃന്ദാവനത്തിലോ അല്ലെങ്കിൽ ഹസ്തിനപുരത്തിലോ ബന്ധുമിത്രാദികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അങ്ങയുടെ അഭാവത്തിലുള്ള ഓരോ നിമിഷവും ദശലക്ഷക്കണക്കിന് വർഷങ്ങളെ പോലെ അനുഭവപ്പെടുന്നു. അല്ലയോ അച്യുത, ആ വേളകളിൽ സൂര്യനില്ലാത്തപ്പോഴെന്ന പോലെ ഞങ്ങളുടെ നയനങ്ങൾ ഉപയോഗശൂന്യമായി ഭവിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു. അംബുജാക്ഷ പസസാര. അംബുജാക്ഷൻ ഭഗവാൻ. ഭഗവാന്റെ ആ താമര പോലുള്ള അതിമനോഹരമായിട്ടുള്ള അക്ഷ എന്ന് പറയുമ്പോൾ കണ്ണുകളുള്ള ഭഗവാനെയാണ് ഇവിടെ വിളിക്കുന്നത്. മധുര ഇവിടെ പറയുന്നു. കുരൂൻ മധൂൻ വാത സുഹൃദിദീക്ഷയ. ഇവിടെ മധൂൻ എന്ന് ഉദ്ദേശിക്കുന്നത് മധുര അല്ല ഉദ്ദേശിക്കുന്നത്, വൃന്ദാവനമാണ് ഉദ്ദേശിക്കുന്നത് ആചാര്യന്മാര് പറയുന്നു. അതായത് ഹസ്തിനാപുരത്തിലേക്കോ വൃന്ദാവനത്തിലേക്കോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവിടെ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും മറ്റുള്ള ആചാര്യന്മാരും. അതായത് മധൂൻ എന്നിവിടെ ഈ ശ്ലോകത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് വ്രജ ആണ്. വ്രജ എന്ന് പറയുമ്പോൾ വൃന്ദാവനമാണ്, മധുര മണ്ഡലമല്ല എന്നുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ശ്ലോകത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ട് ആചാര്യന്മാര് പറയുന്നു നോക്കാം. കുരൂൻ മധൂൻ വാത സുഹൃത്ത് ദിദിക്ഷയ. സുഹൃത്തുക്കളുടെ കാര്യം പറയുന്നു. അതായത് സുഹൃത്തുക്കളെ കാണുവാൻ വേണ്ടി തത്രാബ്ദ കോടി പ്രതിമാക്ഷണോ ഭവേ ദ്രവ്യം വിനാക്ഷ്ണോർ ഇവ നസ്തവാച്യുത. അപ്പോൾ ഇദ്ദേഹം ഭഗവാന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് ഹസ്തിനാപുരത്തില് പാണ്ഡവരുണ്ട്. എന്നാൽ ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എവിടെയാണുള്ളത്? വൃന്ദാവനത്തിലാണ്. അപ്പോൾ ഇത് ശില ചക്രവർത്തിപാദ് വേറെ പത്മപുരാണത്തിലും അതേപോലെ വേറെ പുരാണങ്ങളിലും ഉള്ള കാര്യങ്ങളും അതേപോലെ ഭാഗവതത്തിൽ ഇനി വരാൻ പോകുന്ന 30 കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അവിടെയെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്, അദ്ദേഹം വൃന്ദാവനം വിട്ടു പോകുന്ന സമയത്ത് ഞാൻ തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത്
ഈ ദ്വാരകവാസികൾ പറയുന്നു, അങ്ങ് വൃന്ദാവനത്തിലോ അല്ലെങ്കിൽ ഹസ്തിനാപുരത്തിലോ അങ്ങയുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ വിരഹം എന്ന് പറയുന്നത്, അങ്ങയെ കാണാതിരിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് യുഗങ്ങൾ പോലെയാണ്, ഓരോ നിമിഷവും യുഗങ്ങൾ പോലെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ സുഹൃത്തുക്കള് മധുരയില് ഭഗവാന്റെ സുഹൃത്തുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ ഹസ്തിനാപുരത്തിൽ പാണ്ഡവരുണ്ട്, പിന്നെ വൃന്ദാവനത്തിലും ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് വൃന്ദാവനമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ തിരിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് പറയുന്നു. ഇതും ആചാര്യന്മാര് പറയുന്നുണ്ട്, പത്മപുരാണത്തിലും മറ്റുള്ള പുരാണങ്ങളും പറയുന്നുണ്ട് എന്നുള്ളത്. അതായത് ഭഗവാൻ വൃന്ദാവനത്തിലേക്കും പോകുന്നുണ്ട് എന്നുള്ളത് ദ്വാരകവാസികൾക്കറിയാം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഭഗവാൻ 11 വയസ്സില് വൃന്ദാവനം വിട്ട് പിന്നെ അതിനുശേഷം പോയിട്ടില്ല എന്നുള്ളത്. എന്നാൽ പുരാണങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പോകുന്നുണ്ട് എന്നുള്ളത്. അത് പുറമെ എക്സ്റ്റേണലി ആളുകൾ അറിയുന്നുണ്ടോ അറിയാതിരിക്കുന്നുണ്ടോ അത് വേറെ കാര്യം. അതായത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പിന്നെ പ്രകടമായിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവഗോസ്വാമിയുടെയും മറ്റുള്ള ആചാര്യന്മാരും പറയുന്നു ഭഗവാൻ വൃന്ദാവനം വിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ലീലയുടെ ഭാഗമായിട്ട് ഇതെല്ലാം നടക്കുന്നു. വാസുദേവ കൃഷ്ണനാണ് വൃന്ദാവനം വിട്ട് പോകുന്നത് എന്നുള്ളത് ആചാര്യന്മാര് പറയുന്നുണ്ട്. വൃന്ദാവനത്തിലെ കൃഷ്ണൻ, യശോദാനന്ദൻ കൃഷ്ണൻ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ അപ്രകടമായിട്ടിരിക്കുന്നു. ആളുകൾക്ക്, അവിടെയുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല. കാര്യം വിപ്രലംബ ഭാവത്തെ അത് ആ ഭക്തരുടെ ഉള്ളിൽ അനുഭവിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ അല്ലാതെയും ഫിസിക്കലി പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കുരുക്ഷേത്രത്തിൽ അവര് ഒരു സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് വരുന്നത് കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് വൃന്ദാവന വ്രജവാസികളെ കൃഷ്ണൻ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ രാധാറാണിയും മറ്റുള്ള ഗോപികമാരും എല്ലാവരും ഭഗവാനെ വൃന്ദാവനത്തിലേക്ക് ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്നു. ആക്ച്വലി ഭഗവാന്റെ രഥത്തെ അങ്ങോട്ട് വൃന്ദാവനത്തിലേക്ക് വലിക്കുന്നതാണ് രഥയാത്രയായിട്ട് പറയുന്നത്. അതായത് കുരുക്ഷേത്രത്തിൽ വെച്ച് ദ്വാരകയിൽ നിന്ന് വന്ന കൃഷ്ണനെ, ആ രാജാവിന്റെ പ്രൗഢിയോട് കൂടിയിട്ടുള്ള കൃഷ്ണനെ വൃന്ദാവനത്തിലെ ബ്രജവാസികൾ എല്ലാവരും കൂടെ കൃഷ്ണന്റെ രഥത്തെ അങ്ങോട്ട് വൃന്ദാവനത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ് രഥയാത്ര. അതാണ് രഥയാത്രയുടെ ആക്ച്വൽ ആ ഒരു ഭാവം. ഓക്കെ, ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു. ഓക്കെ, വേറൊരു കാര്യം ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ നിമിഷവും യുഗം പോലെയാണെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ വേറൊരു ഉദാഹരണം അവര് ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് കണ്ണുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, സൂര്യൻ ഇല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? സൂര്യൻ ഇല്ലെങ്കിൽ, വെളിച്ചമില്ലെങ്കിൽ കണ്ണുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതേപോലെയാണ് എന്ന് അവര് പറയുന്നു. അങ്ങില്ലാതെ ഞങ്ങൾക്ക് കാഴ്ചയില്ലാത്ത അവസ്ഥയാണ്, ഒന്നുമില്ല, ശ്വാസവുമില്ല, അല്ലെങ്കിൽ ജീവനില്ലാത്തൊരവസ്ഥയാണ്. അതാണ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ സ്നേഹം. യുഗായുധം നിമിഷേണ ചക്ഷുഷ പ്രാവർഷ്യായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണമേ. മഹാപ്രഭു അദ്ദേഹത്തിന്റെ ശിഷ്യാഷ്ടകത്തിൽ പറയുന്നുണ്ട്, ഓരോ നിമിഷവും അതായത് യുഗം പോലെയാണ് ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഗോപികമാർ ഗോപിഗീതത്തിലും പറയുന്നത്. അട്ടത്തി യത് ഭവാൻ അഹനി കാനനം ത്രുട്ടിയുഗായത്തെ ത്വാം അപശ്യതാം കുട്ടില കുന്തലം ശ്രീമുഖം ചതേ ജഡ ഉദീക്ഷതാം പക്ഷമകൃഷ്ണ. അവിടെ പറയുന്നത് ത്രുട്ടിയുഗായതേ, യുഗം. അതായത് ത്രുട്ടി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ്, ഒരു നിമിഷത്തിന്റെ ചെറിയൊരു കണം ആണ് ത്രുട്ടി എന്ന് പറയുന്നത്. ഒരു നിമിഷം പോലും ഇല്ല. അതുപോലും ഗോപികമാര് പറയുന്നു ഞങ്ങൾക്ക് യുഗങ്ങൾ പോലെയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഭഗവാനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു മനോഭാവം, അതാണ്. ഓക്കെ, പിന്നീട് പ്രഭുപാദി പറയുന്നു ഭഗവാൻ കൃഷ്ണനെ ഇവിടെ സൂര്യനായിട്ട് ഉപമിച്ചിരിക്കുന്നു. ഭാവാർത്ഥത്തിൽ പറയുന്നു പ്രഭുപാദ്, എവിടെയാണോ സൂര്യനുള്ളത് അവിടെ അന്ധകാരമില്ല. കൃഷ്ണ സൂര്യ സമ മായര അന്ധകാര യഹാ കൃഷ്ണ തഹനഹി മായരാധികാര. ചൈതന്യ ചരിതാമൃതം അവിടെ പറയുന്നുണ്ട്. പിന്നീട് പ്രഭുപാദ് ഭാവാർത്ഥത്തിന്റെ അവസാനത്തോടു കൂടി പറയുന്നു,
കണ്ണുണ്ടായിട്ടും കാര്യമില്ല സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെ? അപ്പോൾ അതിന്റെ അർത്ഥം പ്രഭുപാദ് ഇവിടെ പറയുന്നു, ഭഗവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഭഗവാനെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിദ്യയില്ല, അവിദ്യ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതായത് അന്ധകാരത്തിലായിരിക്കും. അതാണ് കലിയുഗത്തിലെ അവസ്ഥ. കലിയുഗത്തിൽ ഭഗവാൻ, അതാണ് പറയുന്നത്, കൃഷ്ണേ സ്വധാമോ പകതേ ധർമ്മജ്ഞാനാദിഭി സഹ. കൃഷ്ണൻ തിരിച്ച് ദ്വാപരയുഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ധർമ്മവും ജ്ഞാനവും ഒക്കെ കൂടെ പോകുന്നു. കലോ നഷ്ടാദൃശാമേഷ, കലിയുഗത്തിലെ ആളുകൾ അന്ധരായി പോയി. അപ്പോൾ എന്നാൽ ആ അന്ധരായിട്ടുള്ള കലിയുഗവാസികൾക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടി സൂര്യ തേജസ്സോടുകൂടി ആയിരക്കണക്കിന് സൂര്യൻ ഒരുമിച്ച് ഉദിച്ചതുപോലെയാണ് ശ്രീമദ് ഭാഗവതം നമ്മുടെ മുമ്പിൽ ഉദിക്കുന്നത്. അതാണ് ആദ്യത്തെ സ്കന്ധത്തിൽ നമ്മൾ ആദ്യം പഠിച്ച മൂന്നാമത്തെ അധ്യായത്തിലെ ശ്ലോകത്തിൽ പറയുന്നത്. അത് തന്നെയാണ് ഭാഗവതത്തിലെ വേറെ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. യ സ്വാനുഭാവം അഖില ശ്രുതി സാരമേകം അധ്യാത്മദീപം അതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാവ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരു മുനീനാം. ഈ ശ്ലോകം വരുന്നത് രണ്ടാമത്തെ അധ്യായത്തില് 1, 2, 3 സ്കന്ധം 1, രണ്ടാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം. അവിടെ പറയുന്നു, ഭാഗവതത്തെ പറയുന്നത് അധ്യാത്മദീപം അതിതീർഷതാം തമോന്തം, അന്ധരായിട്ടുള്ള ഇവിടെയുള്ള ആളുകൾക്ക് അധ്യാത്മദീപമാണ് ശ്രീമദ് ഭാഗവതം. തം വ്യാസസൂനും ഉപയാമി ഗുരു മുനീനാം. ശ്രീല ശുകദേവ് ഗോസ്വാമി അദ്ദേഹം പരിശുദ്ധ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു ഈ അതിമനോഹരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം. വ്യാസദേവനിൽ നിന്ന് കേട്ടു അത് പരിശുദ്ധ മഹാരാജാവിന് ശുകദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നു. ഈ ശ്രീമദ് ഭാഗവതം അധ്യാത്മദീപമാണ് എന്ന് പറയുന്നത്, അതീന്ദ്രിയമായിട്ടുള്ള ദീപമാണ്. അന്ധകാരത്തിലുള്ള അവിദ്യയിൽ മുങ്ങിയിരിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് വെളിച്ചം പകർന്നു തരുന്നു ശ്രീമദ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവതമാണ് നമ്മുടെ ടോർച്ച്, ജീവിതത്തിലെ ടോർച്ച്. ബാക്കിയുള്ള ടോർച്ച്, നമ്മൾ നോർമൽ ടോർച്ച് നമ്മൾ രാത്രിയിൽ പുറത്തു പോകുമ്പോഴൊക്കെ ഉപയോഗിക്കും, ഇരുട്ടായതുകൊണ്ട്, അല്ലെ? ഇരുട്ടിന് നമ്മൾ എന്തെങ്കിലും വെളിച്ചം വേണമെങ്കിൽ തീർച്ചയായിട്ടും ടോർച്ചിന്റെ ആവശ്യമുണ്ട്. അതേപോലെയാണ് ആ ഒരു ഇരുട്ടല്ല നമ്മൾ പറയുന്നത്, ഹൃദയത്തിലെ അന്ധകാരത്തെ കുറിച്ച്, അവിദ്യയെ കുറിച്ച്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഇരുട്ടാണ്, ഭഗവാനെ മറന്നിരിക്കുന്ന സ്ഥലമാണ്, എല്ലാവരും മറന്നിരിക്കുന്ന സ്ഥലമാണ്. ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകിൽ ഓടുന്ന ഒരു ആളുകൾ, അതിന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഭഗവാനെ മറന്നുകൊണ്ടുള്ള പ്രവൃത്തികളാണ് എല്ലാം കൂടുതൽ, അതുകൊണ്ട് അന്ധകാരത്തിലാണ്. എന്നാൽ നമുക്കുള്ള ടോർച്ചാണ്, വെളിച്ചമാണ്, അധ്യാത്മദീപമാണ്, അതീന്ദ്രിയമായിട്ടുള്ള വെളിച്ചമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു അന്ധകാരവും ഉണ്ടാവില്ല, ഹൃദയത്തിൽ വെളിച്ചവും ഉണ്ടാവും. അതായത് ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നു, അതാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ആവിർഭവിക്കുന്നു. അങ്ങനെ ഈ ഒരു ജന്മം കഴിയുന്നതോടുകൂടി ഈ ഒരു ലോകം തന്നെ വിട്ട് ആത്മീയ ലോകത്തിൽ പോയി ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നു. ഈ അധ്യാത്മദീപത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, ഈ അധ്യാത്മദീപം ഉണ്ടായിട്ടും നമ്മൾ അത് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗം മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ കുഴപ്പമാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പമാണ്. അതുകൊണ്ട് ഭാഗവതം പഠിക്കുവാനും കേൾക്കുവാനും ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം എവിടെയുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാവണം. കാര്യം എത്രയോ ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള അവസരമാണ്. ഭാഗവതത്തെക്കാൾ വലിയൊരു കാര്യം, വലിയൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടാനില്ല, അതിനൊരു സംശയമുള്ളൂ. പ്രത്യേകിച്ചും പരിശുദ്ധ ഭക്തരുടെ, അതായത് ആചാര്യന്മാരുടെ അവരുടെ ഭാവാർത്ഥവും അവരുടെ എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ, അതും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ഭക്തി സേവനങ്ങൾ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ പോലുള്ള എല്ലാ ശുദ്ധ ഭക്തരാവാൻ ആഗ്രഹിക്കുന്ന ഭക്തരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഭാഗവതം പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ശ്ലോകം 10. കഥം വയം നാഥ ചിരോഷിതേ ത്വയി പ്രസന്ന ദൃഷ്ട്യാഖില താപശോഷണം ജീവേമ തേ സുന്ദരഹാസശോഭിതം അപശ്യമാനാവദനം മനോഹരം ഇതി ചോദീരിതാ വാച
പ്രജാനാം ഭക്തവത്സലഃ ശൃണ്വാനോനുഗ്രഹം ദൃഷ്ട്യാ വിതന്വൻ പ്രാവിശത്പുരം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. കഥം വയം നാഥ ചിരോഷിതേ ത്വയി പ്രസന്നദൃഷ്ടയാഖിലതാപശോഷണം ജീവേമ തേ സുന്ദരഹാസശോഭിതം അപശ്യമാനാ വദനം മനോഹരം ഇതി ചോദീരിതാവാച പ്രജാനാം ഭക്തവത്സലഃ ശൃണ്വാനോ അനുഗ്രഹം ദൃഷ്ടയാ വിതന്വൻ പ്രാവിശാത്പുരം. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ഭഗവാനെ, അങ്ങ് ഇപ്രകാരം സ്ഥിരമായി പരദേശത്ത് വസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ മനോഹരവും ആകർഷകവുമായ വദനം ദർശിക്കുവാൻ സാധിക്കയില്ല. അങ്ങയുടെ മനോജ്ഞ ഗംഭീരമായ മന്ദഹാസം ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ദൂരീകരിക്കുന്നു. അങ്ങയുടെ സാമീപ്യമില്ലാതെ ഭഗവാനെ എങ്ങനെയാണ് ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുക? പ്രജകളോടും ഭക്തരോടും വളരെ കൃപയുള്ള ഭഗവാൻ അവരുടെ വാക്കുകൾ ശ്രവിച്ച ശേഷം ദ്വാരകാപുരിയിൽ പ്രവേശിക്കുകയും അവരുടെ എല്ലാം പ്രണാമങ്ങൾ സ്വീകരിക്കുകയും ദിവ്യ കടാക്ഷത്താൽ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ദ്വാരകവാസികൾ ചോദിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു? അങ്ങയുടെ ഈ ശ്രീമുഖം കാണാതെ ഞങ്ങൾക്ക് എങ്ങനെ ശ്വാസം ഉണ്ടാവുന്നു? ഞങ്ങളുടെ ശരീരത്തിൽ ശ്വാസമില്ലാത്ത പോലെയാണ്. അതായത് ജീവിക്കാൻ സാധിക്കില്ല അങ്ങയെ കാണാതെ, അങ്ങയുടെ ഒരു സാമീപ്യമില്ലാതെ. അങ്ങയുടെ കരുണയോട് കൂടിയിട്ടുള്ള അങ്ങയുടെ ഒരു ദൃഷ്ടി ഞങ്ങളിൽ പതിയുന്നത്, അതെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങ് കൂടെ ഇല്ലാത്തപ്പോൾ. അതുകൊണ്ട് അങ്ങയുടെ ആ ഒരു സാമീപ്യമില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള ഭാവത്തിലാണ് ഇവിടെ ദ്വാരകാവാസികൾ ഭഗവാനോട് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. പ്രഭുപാദ് പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. അതാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ഒരു നമ്മുടെ ഉള്ളിൽ ശരിക്കും ആ ഒരു ഭാവം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും ഈ ലോകത്തെ ഒന്നിനോടും ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് തോന്നാത്തത് കാര്യം, നേരത്തെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ, ഹൃദയത്തിൽ 1000 സാധനങ്ങളും ഉണ്ടെങ്കിൽ അതിലെ 999 സംഭവങ്ങളും വേറെയാണ്. ഒന്ന് മാത്രമാണ് ഭഗവാൻ, അതും ചെറിയൊരു പോർഷൻ മാത്രം. അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ ഒരു ആകർഷണം എങ്ങനെ തോന്നാനാണ്? ഈ ഒരു വിരഹം അല്ലെങ്കിൽ വിപ്രലംബ ഭാവമൊക്കെ എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കാര്യം ആ അട്രാക്ഷൻ നമുക്ക് ശരിക്കും തോന്നുന്നില്ല. ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെറിയൊരു ആകർഷണം തോന്നുമായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ജീവിതത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഭഗവാനെ മറക്കുന്നു. അത്രയേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. കൃഷ്ണ ഭഗവാന്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്ന് എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരർത്ഥം വരുന്നത്. ശീലജീവ ഗോസ്വാമിയുടെ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, കൃഷ്ണ എന്ന് പറയുമ്പോൾ എല്ലാ നദികളെയും ആകർഷിപ്പിച്ചു, അല്ലെങ്കിൽ എല്ലാ നദികളെയും ഒരുമിച്ച് കൊണ്ടുവന്നു. അത് നമ്മുടെ ശ്യാമക്കുണ്ട് രാധാക്കുണ്ട് ലീലയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, എല്ലാ നദികളെയും അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് ആകർഷിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും കൃഷ്ണ എന്നുള്ള പേരുണ്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നു, ശീലജീവ ഗോസ്വാമി, രാധാറാണിയെയും ഗോപികമാരെയും ഭഗവാൻ, വ്രജവാസികളെയും ഭഗവാൻ ആകർഷിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ എന്നാണ് എന്നും പറയുന്നു. അപ്പൊ എല്ലാവരെയും അദ്ദേഹം ആകർഷിപ്പിക്കുന്നു. പ്രഭുപാദി ഭാവാർത്ഥത്തിൽ വേറെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അതായത് സൂര്യനും സൂര്യപ്രകാശവും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും ഇരിക്കേണ്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരു സൂര്യരശ്മി വരുന്നുണ്ടെങ്കിൽ ആ സൂര്യരശ്മിയും സൂര്യനുമായിട്ട് കണക്ഷൻ ഉണ്ട്, അല്ലെ? ഇപ്പൊ സൂര്യരശ്മിക്ക് സൂര്യനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ പ്രസക്തിയില്ല.
സൂര്യരശ്മിയുടെ പ്രസക്തി എന്താണ്? ഒന്നുമില്ല. അതേപോലെയാണ് നമ്മുടെ അവസ്ഥയും. ഇവിടെ പ്രഭുപാദ് പറയുന്നത് നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ബന്ധം എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ളതാണ്. എന്നാൽ താൽക്കാലികമായിട്ട് മേഘം വന്ന് സൂര്യനെ മൂടുന്നത് പോലെ ആ സൂര്യരശ്മി താഴോട്ട് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ കാർമേഘങ്ങൾ കാരണം അത് കാണാതെയാവുന്നു. അത്രയേ ഉള്ളൂ. എന്നാൽ അത് താൽക്കാലികമായിട്ടുള്ള ഒരു തടസ്സം മാത്രമാണ്. അതുകൊണ്ട് അതിനെ മാറ്റുവാൻ സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത്? ഭാഗവതവും ഹരിനാമവും ഭക്തിയുത സേവനങ്ങളിലൂടെയും നമുക്കതിനെ മാറ്റുവാൻ സാധിക്കും എന്നുള്ളതും പ്രഭുപാദ് പറയുന്നു. മായയുടെ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെക്ഷൻ വരുന്നത് ഈ ദ്വാരക ആ ഒരു നഗരം അതിമനോഹരമായിട്ട് ഇവരെല്ലാവരും, ദ്വാരകവാസികളെല്ലാവരും മനോഹരമായിട്ട് അലങ്കരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത ഒരു 5 ശ്ലോകങ്ങളിൽ പറയുന്നത്. അടുത്ത ആഴ്ചയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, श्री सचिनंदन श्री गौर हरि की जय, श्रील गुरुदेव की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम, जय जय श्री राधे श्याम. Thank you. Hare Krishna. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കമന്റ്സ്, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. हरे कृष्णा प्रभु. ഹരേ കൃഷ്ണ പ്രഭു. ഒരു 5000 വർഷങ്ങൾ അപ്പോഴത്തേക്ക് മനസ്സ് മാറിപ്പോയിരിക്കുകയായിരുന്നു. കലിയുഗം തുടങ്ങുന്നതിന് മുൻപ് 5000 വർഷങ്ങൾക്കപ്പുറം പ്രഭു മനസ്സ് അങ്ങോട്ട് കൊണ്ടുപോയി. ഭഗവാൻ ദ്വാരകയിൽ ചെല്ലുന്നതും ദേഹത്തിൽ നിന്ന് ഇറങ്ങുന്നതും ശംഖ് ഊതുന്നതും അവിടുത്തെ ദ്വാരകാവാസികൾ ഭക്തിയുടെ ആവേശത്താൽ ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നതും ഭഗവാനെ കുറിച്ച് അവർ വർണ്ണിക്കുന്നതും എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായും ദ്വാരകയിലായിരുന്നു. വളരെ മനോഹരമായിട്ട് പ്രഭു ഭഗവാന്റെ ആ ദ്വാരക പ്രവേശം വിവരിച്ചപ്പോൾ മനസ്സ് ഒരു നിമിഷം അവിടേക്ക് അങ്ങ് ആയിപ്പോയി. ഭഗവാനെ അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് സ്മരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഒന്നിനും വിട്ടുപോവുകയാണ്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഭഗവാന്റെ ലീലകളും എല്ലാം നമുക്കത് ഒരു നിമിഷം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോവുകയാണ്. പക്ഷെ അവരെല്ലാം ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് അവരെല്ലാം ഈ ലൗകികമായ യാതൊരു ചിന്തകളും അവർക്കില്ല. ഭഗവാൻ മാത്രം. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു ഭാഗ്യം നമുക്കൊരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ഒരു നിമിഷം നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്ക് ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് എല്ലാം അവർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യം തന്നെ. കേൾക്കാൻ സാധിച്ചതും പ്രഭുവിന്റെ ആ വിവരണമൊക്കെ മനസ്സിനെ ഒരു നിമിഷം അങ്ങോട്ട് കൊണ്ടുപോയി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അവരവിടെ ദ്വാരകവാസികളായത് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് അവർ സിദ്ധരായത്. അപ്പോൾ ആ ഒരു അവസരം നമുക്ക് ഓരോരുത്തർക്കും കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനുള്ള അവസരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ദ്വാരകയിലേക്കല്ല, വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. പിന്നെ ദ്വാരക പറയേണ്ട ആവശ്യമില്ലല്ലോ. വൃന്ദാവനത്തിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാനും, വൃന്ദാവനമോ ദ്വാരകയോ എവിടെയാണോ നമ്മുടെ മനസ്സുള്ളത്, ഏത് ഭാവത്തിലാണോ നമ്മൾ കൃഷ്ണനെ കാണുന്നത്, അവിടേക്ക് പോകാനുള്ള അവസരമുണ്ട് നമുക്ക്. ഒരു സംശയവുമില്ല. അതിന് അവസരം ആചാര്യന്മാരും ശ്രീമദ് ഭാഗവതം നമുക്ക് അതിലേക്കുള്ള വഴിയാണ് തുറന്നു തരുന്നത്. അല്ലെങ്കിൽ ഭാഗവതം ഭഗവാൻ തരേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. ഇതെല്ലാം ഇവിടെ പറയുന്നത് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ലീലകളൊക്കെ കേൾക്കുമ്പോൾ ആ ലീലകളിൽ നമുക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് ഈ ലീലകളൊക്കെ പറഞ്ഞു തരുന്നത്. നോക്കൂ, ഇതെല്ലാം സാമ്പിൾ ആണ്. അങ്ങോട്ട് വന്നാൽ ഇതിൽ വന്ന് നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ സാമ്പിൾ നമുക്ക് കാണിച്ചു തരുവാണ്. തീർച്ചയായിട്ടും ഭാഗവതത്തെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും അവിടേക്ക് പോകാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം തന്നെയുള്ളത്. അപ്പോൾ ഒരു നിമിഷമല്ല, എന്നേക്കുമായിട്ട് അങ്ങോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ
ആ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥയോടുകൂടി ഗുരുജനങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് സാധിക്കും, സംശയമൊന്നുമില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു ശോഭ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു അതങ്ങ് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ സമയം അറിഞ്ഞത്. നമുക്ക് വിരക വേദന വന്നത്. കുറച്ചുകൂടെ നീട്ടുവാണെങ്കിൽ കുറച്ചു നേരം കൂടെ അതിൽ ലഭിച്ചിരിക്കാമായിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സുരേന്ദ്രൻ പ്രഭു എന്തും പറയാൻ വന്നു? നിർഭാഗ്യവശാൽ നമുക്ക് 1 മണിക്കൂറാണ് സമയമുള്ളത്. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കാതെ ഇങ്ങനെ പോകേണ്ടതാണ്. പക്ഷെ അതിനുള്ള അവസരം നമുക്ക് ഇല്ല, പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട്. എന്നെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. വേറൊന്നുമില്ല, നാമം, ഹരിനാമം, കീർത്തനം, ഭാഗവതം. ഹരിനാമം, കീർത്തനം, ഭാഗവതം, പ്രസാദം. ഹരിനാമം, കീർത്തനം, ഭാഗവതം, പ്രസാദം. തിരിച്ചും 24 മണിക്കൂർ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രഭുജിയോട് അതൊരു 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവപേക്ഷ കൃപാ സിന്ധുപേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. हरे कोटि वैष्णव वृंद के हरिनाम संकीर्तन के हरे कृष्णा महामंत्र के श्रील प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्णा. धन्यवाद. प्रणाम प्रभु जी. राधे राधे. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. രാധേ ശ്യാം. ഹരേ കൃഷ്ണ.